നമസ്കാരം. ഇന്ന് സാക്ഷി ടി വിക്കൊപ്പം ചേരുന്നത് BJP ദേശീയ സമിതി അംഗവും മുതിർന്ന BJP അംഗവുമായ ശ്രീ കെ ശിവദാസനാണ്. നമസ്കാരം സർ. BJPയിൽ സംഘടനാ തിരഞ്ഞെടുപ്പ് വരികയാണല്ലോ. നേതൃത്വം കഴിഞ്ഞ കുരിയോട് തിരഞ്ഞെടുപ്പ് പരാജയത്തെ മുൻപിൽ കാണാതെ ഈ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടുവെന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് കാണാതെ അല്ല തെരഞ്ഞെടുപ്പ് നേരിട്ടത്. പക്ഷേ കുരിയോട് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് അത് അവിടെ കണ്ടത് ജനങ്ങളുടെ പ്രതിഷേധമാണ്. ജനങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുമ്പോഴത്തേന് ജനങ്ങളെ 5 വർഷത്തേക്കാണ് ഒരാൾ തിരഞ്ഞെടുത്തത്. ആരോടും ആലോചിക്കാതെ അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ട മെമ്പർ രാജിവെച്ചത് അത് ജനങ്ങളെ വളരെയധികം തുടിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതികരണമാണ് കുരിയോട്ട് ഉപതെരഞ്ഞെടുപ്പിൽ BJPക്ക് ദോഷമായി വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വളരെ വർഷമായി പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. BJPയുടെ തന്നെ ഏറ്റവും മുതിർന്ന അംഗങ്ങളിൽ ഒരാളാണ്. മുതിർന്ന അംഗം എന്ന നിലയിൽ ഇപ്പോഴത്തെ BJPയുടെ നേതൃത്വത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഇതില് നമ്മൾ രാഷ്ട്രീയം എന്ന് പറയുന്ന സമയത്ത്, ഞാൻ വളരെ കാലമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെടുന്ന സമയത്ത് നമ്മുടെ മുന്നിൽ സമൂഹം അംഗീകരിക്കുന്ന ധാരാളം നേതാക്കന്മാരുണ്ടായിരുന്നു. അത് ഒ രാജഗോപാൽ, KG മാരാര്, രാംപിള്ള സാറ്, അങ്ങനെ തുടങ്ങിയുള്ള വലിയ തലത്തിലുള്ള നേതാക്കന്മാർ, അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സ്വാഭാവികമായിട്ട് സംഘടനാ പ്രവർത്തനം എങ്ങനെയാണ്, പൊതുപ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ പറ്റിയൊക്കെ ഞാൻ അവരിൽ നിന്ന് ഉള്ള അനുഭവങ്ങൾ എനിക്കാണ്. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇന്നലെ ഇങ്ങോട്ട് വരുന്ന ഒരാളിനെ പിടിച്ച് സാധനം കൊടുക്കുക, അയാൾക്കുള്ള രാഷ്ട്രീയ പശ്ചാത്തലമോ അയാൾക്കുള്ള രാഷ്ട്രീയ പാരമ്പര്യമോ നോക്കില്ല. അതായത് ഒരു ചുമതല പാർട്ടിയെ സംബന്ധിച്ചിട്ട് പ്രസിഡന്റ് സ്ഥാനം എന്ന് പറയുന്നത് അയാൾക്ക് പാർട്ടിയെ പറ്റി അറിയണം, പ്രവർത്തകരെ പറ്റി അറിയണം. ഇത് രണ്ടും ഇല്ലാത്ത ആൾക്കാരെ പിടിച്ച് ചുമതല കൊടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് അത് പരാജയം തന്നെയായിരിക്കും. സംഘടനയുടെ മുന്നോട്ടുള്ള പോക്കിനും ഇപ്പോൾ നേരിടുന്ന പ്രശ്നത്തിനും ഈ ജില്ലാ നേതൃത്വം ഒരു കാരണമാണ് എന്ന് തോന്നുന്നുണ്ടോ? അല്ല, കൊല്ലം ജില്ലയെ സംബന്ധിച്ച് സംഘടനയ്ക്ക് വലിയ അപജയമാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ മേഖലയിലും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ സംഘടന എന്ന് പറയുമ്പോൾ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അടിത്തട്ടിൽ കൂടെയാണ് സംഘടന മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അടിത്തട്ടിലെ പ്രവർത്തനത്തിന് സമൂഹവുമായി ബന്ധപ്പെടുന്ന ആൾക്കാരുണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ആ അടിത്തട്ടിലെ വർക്കാണ് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ളതും വളർച്ചയ്ക്ക് കാരണമായി നിൽക്കുന്നത്. അത് ഇന്ന് പലപ്പോഴും പല സ്ഥലങ്ങളിലും BJPയെ സംബന്ധിച്ച് ആ തലത്തിലേക്ക് എത്തുന്നില്ല എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. തീർച്ചയായിട്ടും. കൂടുതലായി എന്തെങ്കിലും പറയുവാനോ? നമ്മൾ ഈ പൊതുപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ, പൊതുപ്രവർത്തകൻ സമൂഹവുമായിട്ട് നിരന്തരം സമ്പർക്കം ചെയ്യുന്ന ആളായിരിക്കണം. ഇന്ന് സമൂഹത്തിലുള്ള ഒരു കുറവിനെ പറ്റി ഞാൻ പറയുന്നത്, ഒരാൾ രാഷ്ട്രീയത്തിൽ നിന്ന്, പൊതുപ്രവർത്തനത്തിൽ നിന്ന് ധാരാളം സ്വത്തുവകകൾ സമ്പാദിച്ചാലും, വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയാലും, വലിയ ബാങ്ക് ബാലൻസുകൾ ഉണ്ടാക്കിയാലും അയാൾ മിടുക്കൻ എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് നിൽക്കുന്നത്. സത്യത്തിൽ പൊതുപ്രവർത്തകനെ നന്നാക്കേണ്ടത് സമൂഹമാണ്. എനിക്ക് പലപ്പോഴും ചില അനുഭവം ഉണ്ടായി, മറ്റോ രാഷ്ട്രീയത്തിൽ നിന്ന് അത് ഇതൊക്കെ ഉണ്ടാക്കി എന്ന് പറയുന്ന കേൾക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട്. പൊതുപ്രവർത്തനം ഒരിക്കലും അങ്ങനെയല്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, പണ്ട് കാലത്തെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയാലും ശരി, മറ്റേത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി, സാധാരണ അവർ സംഘടനാ പ്രവർത്തനമായി മുന്നോട്ട് നീങ്ങുന്ന സമയത്ത് അവർ വളരെ ത്യാഗപൂർണമായ പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അത് ഒരുവിധം മിക്കവാറുമുള്ള രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ആയിരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാനൊരിക്കൽ അതായത് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള ഒരു നാടകം കാണാൻ സാഹചര്യമുണ്ട്. എന്നെ ക്ഷണിച്ചാൽ ആ നാടകത്തിൽ ടിക്കറ്റ് വെച്ചുള്ള നാടകമാണ്, ചടയമംഗലത്ത് തിയേറ്ററിൽ വെച്ചാണ്. അതിൻ്റെ പ്രിൻറ്റിങ് മൊത്തവും എൻ്റെ പ്രസ്സിലാണ് ചെയ്തത്. അനുപമ തിയേറ്ററിൽ, അനുപമ സ്റ്റാർ തിയേറ്ററിൽ. അപ്പോഴും അതിൻ്റെ തൊട്ടടുത്താണ് എനിക്കുള്ള പ്രസ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ പ്രിൻറ്റിങ് മൊത്തവും പ്രസ്സിലാണ് ചെയ്തത്. അപ്പോൾ എന്നെ കൂടെ അതിൽ ക്ഷണിക്കണം എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വന്നു. അപ്പം എന്നെ ക്ഷണിച്ചാൽ ഞാനൊരു അതുമായി, കാരണം അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു നാടകമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ള ചിന്തകളൊക്കെ അവർക്കുള്ള മനസ്സിൽ വന്നു കാണും. പക്ഷേ എന്നോടിങ്ങനെ പറഞ്ഞ സമയത്ത് ഞാനിത് അങ്ങോട്ട് പറയാനായിട്ട് ഇരിക്കുകയായിരുന്നു. എനിക്ക് ആ നാടകം കാണാനുള്ള താല്പര്യം എനിക്കുമുണ്ട്.
അപ്പം അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗം തെറ്റുകളും അതിൽ കുറവുകളും പിന്നെ നന്മയും കാണിച്ചതിലൊക്കെ. പക്ഷെ അതിനെ കുറവിനെ മാത്രം കാണാതെ അതിൻ്റെ നന്മയും കൂടെ കാണുന്ന രീതിയാണ് എന്നെ സംബന്ധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ പൊതുപ്രവർത്തകൻ സമൂഹത്തിൽ നിന്ന് വളരെ അകന്നിട്ട് അവന് രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് സമ്പത്തുകൾ ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലേക്ക് അവൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അവൻ്റെ ആ സ്വഭാവത്തിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ അത് സമൂഹമാണ് അത് ചിന്തിക്കേണ്ടത്. പൊതുപ്രവർത്തകൻ എപ്പോഴും പഞ്ചായത്ത് മെമ്പറായാലും ശരി, MLA ആയാലും ശരി, മന്ത്രിയായാലും ശരി, MP ആയാലും ശരി, അത് ജനങ്ങളുടെ ദാസനാണ്. അപ്പം ജനങ്ങൾക്ക് വേണ്ടി ദാസപ്രവൃത്തി ചെയ്യുന്നവരാണ് ഈ പൊതുപ്രവർത്തകർ എന്നുള്ള ചിന്ത ഉണ്ടായിക്കഴിഞ്ഞാൽ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന സമ്പത്തുകൾ സ്വന്തം കീശയിലാക്കുവാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്ന് ആ തലത്തിലേക്ക് സംഘടനകൾ അധപ്പതിച്ചു പോയി. അതിൽ BJPയും പിന്നെ പിന്നോട്ടല്ല എന്നുള്ള കാര്യത്തിലും എനിക്ക് അഭിപ്രായമാണ്. വളരെ നന്ദി സാർ, ഇത്രയധികം സമയം ഞങ്ങൾക്ക് അനുവദിച്ചതിനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഞങ്ങൾക്കൊപ്പം പങ്കുവച്ചതിനും. ഇനിയും പൊതുപ്രവർത്തന രംഗത്ത് വളരെ കാലം താങ്കൾക്ക് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് സാക്ഷി TV യുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ ആശംസിക്കുന്നു. നന്ദി.